Hi, hello, welcome back to my YouTube channel. അപ്പോൾ കുറേ നാളായി ഞാൻ ലോങ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് മടിച്ചാണ്. ഞാൻ എന്താണെന്നറിയില്ല, എനിക്ക് ലോങ് വീഡിയോസ് എടുക്കാനാണെങ്കിലും ഇപ്പൊ ഷൂട്ട് ചെയ്യാനെല്ലാം ഭയങ്കര മടിയായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, സ്കിൻ കെയറും ചെയ്യാറില്ല. ഭയങ്കര എന്താ പറയാ, എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ ഭയങ്കര ലേസി ആയിട്ട് പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനിങ്ങനെ ഓക്കെ എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്യാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യാം വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പം ഇന്ന് ഞാനൊരു നല്ല ഒരു നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് എന്ന് തന്നെ പറയാം. ഇത് ഞാനിങ്ങനെ കുറെ റിസർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് ഞാൻ അങ്ങനെയാണ് ഈ അടുത്തൊക്കെ ആയിട്ടാണ് കേട്ടിട്ടുള്ളത്. നിങ്ങളും കുറെ പേര് കേട്ടിട്ടുണ്ടാവായിരിക്കാം, പക്ഷെ എനിക്കിതൊരു പുതിയ അറിവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് എന്താ കാര്യം എന്നൊക്കെ നോക്കാം. എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഫേസ് പാക്ക് എന്നൊക്കെ നോക്കാം. ഓക്കെ, ആദ്യം ഞാൻ എന്റെ ഐറ്റം എന്താന്ന് പരിചയപ്പെടുത്താം. വേറെ ഒന്നല്ല, കോലരക്കാണ്. കോലരക്കിന്റെ പൊടിയാണ് കേട്ടോ ഇത്. ഇത് കോലരക്ക് മാത്രമല്ല. ആദ്യം ഞാൻ എന്താ കോലരക്ക് എന്ന് പറഞ്ഞുതരാം. കോലരക്ക് എന്ന് പറയുന്നത് ഒരു ലാസിഫർ ലാക്ക എന്ന് പറഞ്ഞ ഒരു ഇൻസെക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പശ പോലത്തെ സാധനം. അതായത് ഇതിന്റെ സെക്രീഷൻ ആണ് നമ്മൾ കോലരക്ക് എന്ന് പറയുന്നത്. ആ കോലരക്ക് ഒരു കുറച്ച് കട്ട പോലെ തന്നെ ഇരിക്കും. അത് നമുക്ക് ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് അങ്ങനെ വാങ്ങിയിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ പൊടിയായിട്ട് വാങ്ങുന്നതിലും നല്ലത് എനിക്ക് തോന്നുന്നു, വിശ്വസ്തമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മള് ഈ ആയുർവേദ കടയിൽ ഇതിന്റെ ഇതായിട്ട് തന്നെ വാങ്ങുക. അപ്പൊ നമുക്ക് ആ സാധനം എന്താണെന്നും ഒറിജിനൽ ആണോ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ കുറെ ഫേക്ക് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇത് കോലരക്ക് മാത്രം പൊടിയല്ല, ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്തൊക്കെയാ മിക്സ് ചെയ്തെന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടാൻ എന്താ പറയാ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം എന്താ ഫസ്റ്റ് നമ്മള് കോലരക്ക് എടുക്കുക, കുറച്ച് കോലരക്ക്. അപ്പൊ കോലരക്ക് മാത്രമായിട്ട് നമ്മൾ മുഖത്ത് തേക്കാൻ പാടില്ല എന്നാണ് പറയുക. അപ്പം അതിന്റെ കൂടെ ഞവര അരി ഉണ്ടല്ലോ, ഞവര അരിയും കൂടെ ഇപ്പൊ കോലരക്ക് ഇത്ര എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഹാൻഡ് ഫുൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു ഇച്ചിരി ഇതായിട്ട് ഇച്ചിരി കുറവായിട്ട് ഞവര അരിയും കൂടി എടുക്കുക. ഓക്കെ, ഞവര അരിയും കൂടി എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് സെപ്പറേറ്റ് പൊടിച്ചാൽ മതി. പൊടിച്ചിട്ട് എന്താ, ഞാൻ ഇതിൻ്റെ കൂടെ മഞ്ഞൾ എൻ്റെ വീട്ടിൽ പൊടിച്ചു വെച്ചതുണ്ടായിരുന്നു, ഞാൻ അതും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് ഈ പൗഡർ. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഓക്കെ, ഡയറക്റ്റ് കോലരക്ക് മാത്രമായിട്ട് മുഖത്ത് തേക്കരുത്. പിന്നെ ഇത് വീക്ക്ലി 1, 2, 3 തവണയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അടുപ്പിച്ചിട്ട് എല്ലാ ദിവസവും തേക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഫേസ് പാക്കും, കാരണം ഇത് കുറച്ചിങ്ങനെ ഒരു തരി മോഡലാണ്. അപ്പൊ എപ്പോഴും നമ്മൾ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിങ്ങനെ നമ്മൾ റബ്ബ് ചെയ്യുമ്പോ പോറൽ പോലെയൊക്കെ വരുമല്ലോ, അതിന്റെ ആവശ്യമില്ല. അപ്പം ഇതാണ് എന്റെ എന്താ പറയാ ഫേസ് പാക്കിലെ മെയിൻ സാധനം. ഞാനിങ്ങനെ റിസർച്ച് ചെയ്തിട്ടുണ്ടായി. ഇതൊരു അടിപൊളി സാധനം എന്നാണ് കുറെ പേര് ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ സ്കിൻ കെയർ മടിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ നിർത്തിച്ചു. പിന്നെ ഓക്കെ വീണ്ടും തുടങ്ങാം, ആഴ്ചയിൽ 1 ടൈമോ 2 ടൈമോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളപ്പോ തന്നെ എനിക്ക് ഒറ്റ യൂസിൽ തന്നെ അതിന്റെ മാറ്റം നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നേരിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാന് നല്ല തൈര് എടുത്തിട്ടുണ്ട്. ഇത് കട്ട തൈരാണ് കേട്ടോ. തൈര്, ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കോലരക്കിന്റെ കുറച്ച് പൊടി ഇടും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ഇടും. ഓക്കെ, ഇതിൽ മഞ്ഞളും മിക്സ് ആണ് കേട്ടോ. പിന്നെ അടുത്തൊരു ഐറ്റം ഞാൻ യൂസ് ചെയ്യുന്നത് കടലമാവാണ്. ഇതിൽ ഞാൻ മഞ്ഞൾ ഇട്ടത് കൊണ്ട് മുഖത്തിട്ട് കഴിഞ്ഞാൽ മഞ്ഞൊരു സ്റ്റെയിൻ വരുന്നുണ്ട്. അതപ്പോ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അല്ലെങ്കിലും ഞാൻ കടലമാവ് എല്ലാത്തിലും യൂസ് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ഫേവറേറ്റ് സാധനമാണ് ഈ കടലമാവ്. അപ്പൊ ഞാനിത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടലമാവും ഇട്ടിട്ട് മിക്സ് ചെയ്യും. ഈ ഒരു ഇങ്ങനെ മാത്രമായിട്ട് നമുക്ക് തേക്കാട്ടോ. ഇപ്പൊ ഞാൻ മഞ്ഞൾ ഇട്ടത് കൊണ്ട് ഇത് സ്റ്റെയിൻ വരുന്നതുകൊണ്ടാണ് ഞാൻ കടലമാവ് ഇടുന്നത്. ഇങ്ങനെയും നമുക്ക് തേക്കാം. പാലിൽ ഒഴിച്ചിട്ടാണെങ്കിലും നമുക്ക് തേക്കാം. ഇതിപ്പോ ഞാൻ എൻ്റെ കയ്യിൽ തൈര് ഉള്ളത് കൊണ്ട് തൈര് വെച്ചിട്ട് തേക്കാണ്. ഓക്കെ, കടലമാവും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാക്കി വെക്കാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല ശരീരത്തിലും ഒക്കെ തേച്ച് കുളിക്കാട്ടോ. കുളിക്കുന്ന ടൈമിൽ യൂസ് ചെയ്യാം. ഇത് ഞാനിപ്പോ പാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഒരു ഫേസ് പാക്ക് ഇടുന്നതിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്കറിയാലോ, ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു എണ്ണ ഉണ്ടാക്കിയ, മുഖത്ത് തേക്കുന്ന ഒരു എണ്ണ ഉണ്ടാക്കിയ വീഡിയോ. അപ്പം എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ അത് താഴെ കൊടുക്കാം ഇതിന്റെ. അപ്പൊ ഇതൊന്നുമില്ല, നമ്മുടെ വെളിച്ചെണ്ണയിൽ സാധാരണ കോക്കനട്ട് ഓയിലില് വീട്ടിൽ ആട്ടിയ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത്. അതിൻ്റെ അകത്ത് എന്താ ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ കുറച്ച് മഞ്ഞളിന്റെ ഉണക്ക മഞ്ഞള് അതങ്ങനെ ഇട്ടു. അങ്ങനെ ഇട്ടിട്ടുണ്ടാക്കിയ ഒരു ഓയിലാണ്. ഞാൻ ജസ്റ്റ് എപ്പോഴും ഫേസ് പാക്ക് എന്തേലും ഇടുന്നതിന് മുന്നേ ഞാനിങ്ങനെ കുറച്ച് ഓയിൽ വെച്ച് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു മസാജ് ചെയ്യും. കണ്ണിന്റെ അടിയിൽ എപ്പോഴും നമ്മൾ ഈ വിരൽ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട്. ചില ടൈമിൽ ഒരു 30 മിനിറ്റ്സോ 15 മിനിറ്റ്സ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യും. ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ. നമുക്ക് പാക്ക് ഇടാം. സോ ഡയറക്റ്റ് ഇനി അപ്ലൈ ചെയ്യാം. ചിലവരിത് ഇൻസെക്റ്റിന്റെ വായിന്ന് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻ ആണെന്ന് പറഞ്ഞിട്ട് പേടിക്കൊന്നും വേണ്ട. ഇത് പ്രശ്നമൊന്നുമില്ല. ഞാനിങ്ങനെ അത് ആദ്യം എനിക്ക് എന്തെങ്കിലും അലർജി കാര്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പാച്ച് ടെസ്റ്റ് ഒക്കെ നടത്തിക്കോളൂ. പിന്നെ വാങ്ങുന്നത് ക്വാളിറ്റി ഉള്ള സാധനം തന്നെ വാങ്ങണം. കാരണം ഏതെങ്കിലും ഫേക്ക് ആയിട്ടുള്ള സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അലർജി ആവും. പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. പെട്ടെന്നാണ് സ്കിന്നിൽ നമ്മൾ എന്തെങ്കിലും പരീക്ഷണം ചെയ്യുമ്പോൾ ഭയങ്കര സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഞാൻ മുഖത്ത് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഇതിട്ട് കുറച്ച് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഹലോ ഗൈസ്, അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം. ഈ സൈഡ് കുറച്ച് ഡ്രൈ ആയിട്ടില്ല, ബട്ട് അത്യാവശ്യം ഒരു 15 മിനിറ്റ്സ് ആയി ഞാൻ മുഖത്ത് വെച്ചിട്ട്. അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ വാഷ് ചെയ്തു. നോക്കൂ, നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. നോക്കൂ എന്ത് മാറ്റാണെന്ന്. പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ. ഇത് നമ്മള് എന്താ പറയാ, ഒരു 1 or 2 months തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും അല്ല, വീക്കിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പം ഇനി എന്താ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.